ഹലോ. ഹലോ. ഇന്ന് നമ്മള് കോഴഞ്ചേരിയില് കോഴീനെ കൊണ്ട് മുട്ടടിച്ച് ആ മുട്ട എടുക്കാൻ പോവാം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ പ്ലേസിൽ പോവാണ്. ഒരു ഫാമിലേക്കാണ്. ഫാം അത് ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ടില്ലെങ്കിലും കുറച്ച് സെറ്റപ്പ് ഒക്കെ ഉള്ളൊരു ഫാമാണ്. നമ്മൾ കുറച്ച് ലേറ്റ് ആയി ഇറങ്ങാൻ, പക്ഷെ നമ്മൾ എത്തും. ചെന്ന ഉടനെ തന്നെ നമ്മൾ കിടിലം ബിരിയാണിയിലേക്ക് കടന്നു. നമ്മൾ ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് പതുക്കെ പുറത്തോട്ടിറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പം ചുറ്റിനും മലയും കാടും ഒക്കെയാണ്. ദൂരെ കാണുന്നതാണ് മടുക്കക്കുന്നെന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. പിന്നെ ഒന്ന് ദൂരെ കാണുന്നതാണ് പാമ്പം പാറ, പിന്നെ കുരങ്ങുമല. ഇങ്ങനെ ചുറ്റിനും നല്ല രസമുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് ദേ ഈ ചേട്ടൻ അവിടെ തന്നെ എന്ന കപ്പ വെട്ടിക്കൊണ്ട് തന്നു. ഇപ്പം അതാ വീണ്ടും കപ്പ സീസൺ ആയിട്ടുണ്ട്. ചീരയുണ്ട്, പയറുണ്ട്. എന്ത് വേണേലും അങ്ങോട്ട് കോഴഞ്ചേരി ഈസ്റ്റിലേക്ക് ചെല്ലുക, സാധനം റെഡി. അപ്പം നമ്മൾ വന്ന കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഇപ്പം കണ്ട പുള്ളിക്കാരത്തെയാണ് ഫാം ഓണർ നിലിൻ റിച്ചു. അവിടെ കോഴഞ്ചേരി ഈസ്റ്റിൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. നിലിൻ റിച്ചു മാത്യൂസിൻ്റെ വീട്. ദേഹി കാണുന്ന സുന്ദര കോഴികൾ കണ്ടില്ലേ? ഒരു 300ഓളം കോഴികളുണ്ട്. നല്ല ഓർഗാനിക് മുട്ട കിട്ടും. ഫ്രീ റേഞ്ച് കോഴികളാണ്. ഓടി നടന്ന് ആഹാരം കഴിച്ച് നടക്കുന്ന കോഴികളാണ്. നല്ല ഓർഗാനിക് മുട്ട വേണമെങ്കിൽ അങ്ങോട്ട് ചെന്നാൽ മതി. ഞങ്ങൾ ആക്ച്വലി ഇവിടെ പോയത് എൻ്റെ കൊച്ചിനെ ഒന്ന് കോഴികളെ കാണിക്കാനും അവന് കുറച്ച് ഓർഗാനിക് മുട്ടയൊക്കെ കളക്ട് ചെയ്യാനായിരുന്നു. നമ്മൾ കോഴഞ്ചേരി വരെ, ട്രിവാൻഡ്രത്തുനിന്ന് കോഴഞ്ചേരി വരെ പോയത്. അപ്പം ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. ഇപ്പം ശരിക്കും അവിടെ ചെന്നാൽ മുട്ട മാത്രമല്ല, നല്ല നാടൻ മഞ്ഞൾപ്പൊടിയും പിന്നെ ചീരയും പയറും കപ്പയും എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം ചെന്നോ, അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ ഈ നമ്പറിൽ. ആക്ച്വലി തേനുള്ള സമയത്താണെങ്കിൽ ചെറുതേനും വൻതേനും ഇവിടെ അവൈലബിൾ ആണ്.